ഹലോ, സമ്മർ ടൈമിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഈ ഒരു ഡ്രസ് കം കുർത്തിയാണ് ഇന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാനപ്പോൾ അതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ ഇത് നാട്ടിലുള്ള ഒരു സാധാരണ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് 150 റുപ്പീസിൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ ഞാനിതൊരു അംബ്രല്ല കട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിനെ ഈ ഒരു രീതിയിൽ ഒരു കോൺ ഷേപ്പിൽ മേലെ വരുന്ന രീതിയിൽ അങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. ഞാനെന്ന് വെച്ചെങ്കിൽ ഇതിൽ മാർക്ക് ചെയ്യേണ്ടതാകെ കൈക്കുഴി മാർക്ക് ചെയ്യണം, പിന്നെ നെക്ക് ലൈനും മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് സ്വന്തമായിട്ട് മാർക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പഴയ ഡ്രസ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡ്രസ്സ് വെച്ചിട്ട് അതുപോലെ തന്നെ വരച്ചെടുത്താൽ മതിയാവും. ടോട്ടൽ ലെങ്ത്ത് ഞാൻ 49 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇടാനും ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ നെക്ക് ലൈനും പിന്നെ കൈക്കുഴിയും കറക്റ്റായിട്ട് ലൈനിങ് വെച്ചിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിനെ തിരിച്ചിട്ടിട്ട് ലൈനിങ് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ആക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെക്ക് ലൈൻ്റെ പോർഷനും കഴിഞ്ഞു, സ്ലീവ്സിൻ്റെ പോർഷനും കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ സൈഡ് പോർഷൻ രണ്ടും കൂടി ജോയിൻ ചെയ്യാമെന്നുള്ളതാണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും തമ്മിൽ ഇങ്ങനെ സൈഡിൽ കൂടി ജോയിൻ ചെയ്യാനുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അത് ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്തിട്ട് അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് താഴത്തെ പോർഷൻ അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇത്ര മാത്രമേ ഇതിൻ്റെ പണിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് സമ്മർ ടൈമിലൊക്കെ നല്ല ഫ്രീ ആയിട്ട് ഇടാൻ പറ്റും. ഇത് ഡ്രസ്സായിട്ട് നമുക്ക് വെയർ ചെയ്യാം, അല്ലാണ്ട് നമുക്ക് കുർത്തിയായിട്ടും ഇത് പെയർ ചെയ്യാം. ഒരു ലെഗിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞെങ്കിൽ ഒരു കുർത്തി പോലെ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.